സമദൂര നിലപാട് പറഞ്ഞ NSSനെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴെല്ലാം NSSന്റെ പെരുന്നയിൽ ആസ്ഥാനത്ത് നിന്ന് 4 വരി പത്രക്കുറിപ്പ് വരും. ഇത്തവണ NSSന്റെ നിലപാട് സമദൂരമാണ്. എന്നാൽ ഓടുന്ന പട്ടിക്കിരുമഴ മുമ്പേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 6 മാസം ശേഷിക്കെ ഇത്തവണ പെരുന്നയിലെ പോപ്പെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുകുമാരൻ നായർ ഒരു ഫത്വ ഇറക്കി. എന്താണെന്നല്ലേ, ഇടതുമുന്നണിയാണ് വിശ്വാസികളെ സംരക്ഷിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് കൂടുതൽ യുവതികളെ കയറ്റാതിരിക്കാൻ നിലപാട് സ്വീകരിച്ച ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPIM എന്ന്. എന്താണ് നായർക്ക് പറ്റിയത്? നായര് പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിനിധി സഭ നടന്നു. NSSന്റെ പ്രതിനിധി സഭയിൽ ഭൂരിപക്ഷം അംഗങ്ങളും നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം G. സുകുമാരൻ നായരുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു. കണ്ണടച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIMനെയും അനുകൂലിക്കുന്ന നിലപാട് NSSന്റെ പ്രതിനിധികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സമുദായ താല്പര്യം ബലികഴിക്കുന്ന നിലപാടാണ് മിസ്റ്റർ സുകുമാരൻ നായർ താങ്കൾ സ്വീകരിച്ചെന്ന് സുകുമാരൻ നായരുടെ മുഖത്ത് നോക്കി പ്രതിനിധി സഭയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു. നായർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പറഞ്ഞതിന്റെ ശരിയാണ്, ശരി ദൂരമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായി അതിന്റെ ശരിയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ NSSലെ അംഗത്വമുള്ള നായന്മാർ, സമുദായത്തിന്റെ ആളുകൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയന്റെ ഭക്തനായി, പിണറായി വിജയന്റെ ദാസനായി നായർ മാറിയിരിക്കുകയാണ്. നായർക്ക് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ് അണിയറ കഥകൾ. ആ ലക്ഷ്യങ്ങളൊന്നും നമുക്ക് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇവിടെ പറയുന്നില്ല. ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുകുമാരൻ നായർ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെയും CPIMനെയും പാടി പുകഴ്ത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആത്മാഭിമാനം പിണറായി വിജയന്റെ മുന്നിൽ, CPIMന്റെ മുന്നിൽ പണയം വെക്കാത്ത നായർ സമുദായത്തിലെ അംഗങ്ങൾ, NSSന്റെ അംഗങ്ങൾ G. സുകുമാരൻ നായർക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. പലരും NSSൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന പശ്ചാത്തലം, NSS അംഗത്വം രാജിവെക്കുന്നു. കരയോഗങ്ങളുടെ പരിപാടികൾക്ക് മുന്നിൽ സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നു. NSSന്റെ ആസ്ഥാനത്തിരുന്ന്, NSSന്റെ ജനറൽ സെക്രട്ടറി പദത്തിലിരുന്ന് കരിങ്കാലി പണി ചെയ്യരുത് സുകുമാരൻ നായർ എന്ന് പറയുന്ന ഫ്ലക്സ് ബോർഡുകൾ NSSന്റെ കരയോഗം ഓഫീസുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടൊന്നും സുകുമാരൻ നായർക്ക് കുലുക്കമില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലബാർ പ്രദേശങ്ങളിൽ. അതേപോലെയാണ് ഇപ്പോൾ സുകുമാരൻ നായരുടെ സ്ഥിതി. അദ്ദേഹം പിണറായി വിജയന് അടിമപ്പണി ചെയ്യുന്ന തിരക്കിലാണ്. എന്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അടിമപ്പണി ചെയ്തതുകൊണ്ട് സുകുമാരൻ നായർക്ക് എന്ത് ലാഭം കിട്ടുമെന്നൊരു ചോദ്യം NSS പ്രതിനിധി സഭയിലെ അംഗങ്ങൾ, NSS കരയോഗത്തിലെ അംഗങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. NSS നേരത്തെ ഒന്നും നിലപാടിതായിരുന്നില്ല. NSSന്റെ നിലപാട് സമദൂര നിലപാടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ ദൂരം പാലിക്കുക. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ സുകുമാരൻ നായർ പിണറായി വിജയന്റെ പാദസേവ ചെയ്യുമ്പോൾ അതിൽ ഈ NSSലെ അംഗങ്ങൾക്ക് വലിയ അതിശയമുണ്ട്. നായർക്ക് ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം പ്രതിനിധി സഭയിലെ അംഗങ്ങൾ തന്നെ ചോദിക്കുന്നു. ഒരുപക്ഷെ ചില അണിയറ കഥകൾ കേൾക്കുന്നത് പിണറായി വിജയനെയും G. സുകുമാരൻ നായരെയും ബന്ധിപ്പിക്കുന്ന പാലം മന്ത്രി KB ഗണേഷ് കുമാർ ആണ് എന്നാണ്. KB ഗണേഷ് കുമാറിന്റെ ചരിത്രത്തെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. KB ഗണേഷ് കുമാറിനോട് തോളോട് തോൾ ചേർന്നാണ് സുകുമാരൻ നായർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നായരുടെ അവസാനമായിരിക്കും. കാരണം രാഷ്ട്രീയപരമായി NSSനെ ഇല്ലായ്മ ചെയ്യാൻ CPIM എല്ലാ രൂപത്തിലും ശ്രമിക്കുമ്പോൾ സുകുമാരൻ നായരെ കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം CPIM നടത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരെ പോലുള്ള കരിങ്കാലി പണിയെടുക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ വാക്ക് കേട്ട മുഴുവൻ നായർ സമുദായ അംഗങ്ങളും CPIMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും CPIന്റെ അരിവാൾ നെൽക്കതിരിനും കോൺഗ്രസിന്റെ കുലച്ച തങ്ങടയാളത്തിലും ജനതാദളത്തിന്റെ കട്ടിയന്റെ കർഷകൻ അടയാളത്തിലും ഒന്നും വോട്ട് ചെയ്യുമെന്ന് സുകുമാരൻ നായരെ നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് തെറ്റിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ അടുക്കളയിൽ പണിയെടുക്കുന്ന ആളുകളല്ല NSSന്റെ ആത്മാഭിമാനമുള്ള സമുദായ അംഗങ്ങൾ. അവർക്ക് രാഷ്ട്രീയം കൃത്യമായി അറിയാം. അവർ ഈ സർക്കാരിനെ വിലയിരുത്തുന്നുണ്ട്, അവർ നിങ്ങളുടെ പ്രസ്താവനകളെ വിലയിരുത്തുന്നുണ്ട്, അവർ നിങ്ങളുടെ പ്രവർത്തികളെ വിലയിരുത്തുന്നുണ്ട്, അവർ നിങ്ങൾ ചെയ്തികളെ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ വിലയിരുത്തി ഗൗരവകരമായി ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ള ത്രാണിയും നട്ടല്ലുമുള്ള നായർ സമുദായത്തെ CPIMന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനാണ് സുകുമാരൻ നായർ ശ്രമിക്കുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കം.